സ്വാമിയേ ശരണമയ്യപ്പ. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഉണ്ടാകുന്നൊരു സംശയം, ആ സംശയത്തിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിൽ വരുന്നത്. പലരുടെയും ധാരണ ശബരിമലയ്ക്ക് പോകുന്ന എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ശബരിമലയിൽ പോകുന്ന ആൾക്കാരാണ് കന്നിക്കാർ. ബാക്കി എല്ലാ ആൾക്കാരും പഴമക്കാരായിട്ടാണ് പലരും കണക്കാക്കുന്നത്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഒരാൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ കന്നിക്കാരായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അവരെ മാത്രമല്ല എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ ശബരിമലയ്ക്ക് പോകണമെന്നാണ് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. ആദ്യമായിട്ട് മാലയിടുന്ന ആൾക്കാർ പോലും ട്രാവൽ ഏജൻസി മുഖാന്തരം ശബരിമലയ്ക്ക് പോകുന്നു വരുന്നു. അപ്പോൾ അതിന് യഥാർത്ഥത്തിലൊരു തീർത്ഥാടനമായി കണക്കാക്കാൻ കഴിയില്ല. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അവരവിടെ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോകാമെന്നിരിക്കട്ടെ. ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ആദ്യം ക്ഷേത്രത്തിൻ്റെ വെളിയിൽ പ്രദക്ഷിണം വെച്ച്, അതിനുശേഷം നാലമ്പലത്തിനുള്ളിൽ കയറി, നാലമ്പലത്തിൻ്റെ ഉള്ളിലും പ്രദക്ഷിണം വെച്ച്, ഏറ്റവും അവസാനമാണ് ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്തുക. അതാണ് വിധി. അതിന് പകരം നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി എഴുന്നിട്ട് ഭഗവാനെ തൊഴുത് തിരിച്ചു പോകുന്നിരിക്കട്ടെ. അതും ആദ്യം പറഞ്ഞതും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് യഥാർത്ഥത്തിലുള്ള ക്ഷേത്ര ദർശനമായിരുന്നു. എന്നാൽ രണ്ടാമത്തത് ഭഗവത് ദർശനം മാത്ര. രണ്ടും രണ്ടാണ്. ഒന്ന്, ആ ക്ഷേത്രത്തിൻ്റെ ശ്രേഷ്ഠമായ അന്തരീക്ഷത്തിലൂടെ എല്ലാ ചടങ്ങുകളും ചെയ്തുകൊണ്ട് ഭഗവാന്റെ അരികിലേക്ക് എത്തുന്നു. ഒന്ന്, അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം തൊഴുത് ടപ്പേന്നായിട്ട് തിരിച്ചു പോകുന്നു. രണ്ടും വളരെയേറെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ പറയുന്ന ട്രാവൽ ഏജൻസി മുഖാന്തരം ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ മാത്രമാണോ കന്നിക്കാരെന്ന് നമ്മൾ ചിന്തിക്കണം. യഥാവിധി ശബരിമലയ്ക്ക് പോകേണ്ട വിധി എന്ന് പറഞ്ഞാൽ, എരുമേലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പേട്ട തുള്ളണം എല്ലാ സ്വാമിമാരും. ഇവിടെ പേട്ട തുള്ളാതെ നേരെ പമ്പയിൽ പോയിട്ട് ശബരിമല ദർശനത്തിന് പോയി കഴിഞ്ഞാൽ അവർ ആ എരുമേലിയിലെത്തി പേട്ട തുള്ളിയിട്ട് പരമ്പരാഗത പാതയിലൂടെ പോകുന്നത് വരെ കന്നിക്കാരായിട്ട് തന്നെ തുടരും. അപ്പോൾ എരുമേലിയിലെത്തി പേട്ട തുള്ളി അവിടുന്ന് കോട്ടപ്പടിയും പേരൂർത്തോടും കാളകെട്ടിയും അഴുതയും കല്ലിടാംകുന്നും മുക്കുഴിയും നാഗത്താവളവും എല്ലാം കടന്ന്, അല്ലെങ്കിൽ പുതുശ്ശേരിയാറും കരിയിലാന്തോടും കരിമലയും ഇറക്കത്തിലുള്ള ഈ നാഗത്താവളവും ചെറിയാനവട്ടവും വലിയാനവട്ടവും പമ്പയൊക്കെ കടന്ന് നേരെ അപ്പാച്ചി വീടും ശബരി വീടും ശരംകുത്തിയൊക്കെ കഴിഞ്ഞ് ശനിയാനത്ത് പോയിട്ട് യഥാവിധി ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ചടങ്ങുകൾ ചെയ്തിട്ട്, ഓരോ സ്ഥലത്തും ചെയ്യേണ്ട ചടങ്ങുകളുണ്ട്, അതെല്ലാം ചെയ്തു വരുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിലുള്ള അയ്യപ്പ അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടകൻ. അപ്പോൾ ഈ പറയുന്ന കരിമല വഴി യാത്ര ചെയ്യാത്ത കാലത്തോളം അവരാരാ? കന്നിക്കാരാണ്. എൻ്റെ ഒന്നിച്ച് വരുന്ന നിരവധി സ്വാമിമാരുണ്ട്. ഈ സ്വാമിമാരോടൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. കാരണം നമ്മൾ അതിനു മുമ്പ് പമ്പയിലൂടെ നിരവധി തവണ പോയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അവരറിയില്ല. അപ്പൊ നിരവധി തവണ പോയ ആൾക്കാർക്ക് എന്ത് വേണം? അവർ ഏത് കാലത്താണോ കരിമല വഴി എരുമേലി മുതൽ പരമ്പരാഗത പാത വഴി നടന്നു വരുന്നത്, ആ സമയം വരെ അവരെന്താണ്? കന്നിക്കാരായി തുടരും. അപ്പോൾ ഒരു 10 കൊല്ലം പമ്പ വഴി പോയതാണ്, അല്ലെങ്കിൽ മാസവിളക്കിന് പോയതാണ്, ആദ്യമായിട്ടാണ് പരമ്പരാഗത പാതയിലൂടെ വരുന്നെങ്കിൽ അവൻ ഒരു കന്നിസ്വാമി ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും ചെയ്തിട്ടേ പോകാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, നമ്മൾ ഇപ്പോൾ കന്നിക്കാരായ സ്വാമിമാരാണോ അല്ല പഴമക്കാരാണോ എന്ന്. പലരും പറയാറുണ്ട്, ഞാൻ ഇത്ര കൊല്ലം പോയി എന്ന്. പരമ്പരാഗത പാതയിലൂടെ പോയിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെ പോയാലും വിഷയമില്ല. യഥാവിധി ഇങ്ങനെയാണ് തൊഴേണ്ടത്. അപ്പോൾ അതാകുന്നത് വരെ നമ്മൾ എന്താണ്? കന്നിക്കാരാണെന്ന ഭാവം തന്നെയാണ്. കാരണം അതൊന്നും അറിയാത്ത കാലം വരെ നമ്മൾ കന്നിയാണ്. അത് മനസ്സിലാക്കുന്നത്, നമ്മൾ നേരിട്ട് കണ്ട് കർമ്മങ്ങൾ ചെയ്ത് മനസ്സിലാക്കുന്നത് വരെ ആ ലെവൽ തന്നെ തുടരും. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ, ശബരിമല തീർത്ഥാടനം നടത്തുന്ന ആൾക്കാർ ഈ പരമ്പരാഗത പാതയിലൂടെ നിർബന്ധമായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവരൊരിക്കലും ഗുരുസ്വാമിയുമാകുന്നില്ല.
ഗുരുസ്വാമി ആകണമെന്നുണ്ടെങ്കിൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും എല്ലാവരും മനസ്സിലാക്കണ്ടേ? ഈ മനസ്സിലാക്കിയതല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്? ഇതൊന്നും അറിയില്ല എങ്കിൽ അവരെങ്ങനെ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അവർ പറഞ്ഞു കൊടുക്കാത്ത കാലത്തോളം ഇവരെങ്ങനെ ഗുരുവാകും? ഒരു മാലയിട്ട് കൊടുക്കൽ മാത്രമല്ല ഗുരു. ഒരു ശിഷ്യനെ യഥാവിധി മാലയിട്ട് അവനെ ശബരിമലയിലേക്ക് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും കാണിച്ചു കൊടുത്ത് അത് മനസ്സിലാക്കി കൊടുത്ത് അത് ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച് അതെല്ലാം ചെയ്ത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഭഗവത് ദർശനം നടത്തി തിരിച്ച് കൊണ്ടുവന്ന് ആ മാല അഴിക്കുന്നത് വരെ ആ ഗുരുവിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ ഈ ഗുരു ആവണമെങ്കിൽ ഈ ചടങ്ങുകളും കർമ്മങ്ങളെല്ലാം അവൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതറിയണമെങ്കിൽ അതുവഴി അവർ പോയിരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഗുരുവാകാനും ഒരു കന്നിക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ശബരിമല തീർത്ഥാടകൻ യഥാർത്ഥത്തിൽ ഒരു ശബരിമല യാത്രക്കാരനാവണമെന്നുണ്ടെങ്കിലും ഈ പരമ്പരാഗത പാത നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ അവൻ കന്നിക്കാരിൽ നിന്നും പഴമക്കാരിലേക്ക് നീങ്ങുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനിയെങ്കിലും നമ്മൾ അത് ചെയ്യുക, നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരെയും അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. മറ്റൊരു വീഡിയോ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.